അതെ, കുറച്ച് ചക്കക്കുരുവും 2 പച്ചമാങ്ങയും ഒരു മുരിങ്ങയ്ക്കയും ഉണ്ടെങ്കിൽ ഒരു അടിപൊളി കൂട്ടാൻ വെക്കാം. വെച്ചാലോ? അതിനായിട്ട് മാങ്ങ നമ്മൾ തൊണ്ട് കളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചക്കക്കുരു നമ്മൾ ചീക്കി വൃത്തിയാക്കിയിട്ട് നടുവേ പൊളന്നെടുത്തിട്ടുണ്ട്. മുരിങ്ങയ്ക്കയും നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മളൊരു 4 പച്ചമുളക് കൂടി നമ്മൾ നടുവേ പൊളന്നെടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ചേരുവകളൊക്കെ എടുത്ത് വൃത്തിയാക്കി കഴുകി വെച്ചിട്ടുണ്ട്. ഒരു കുക്കർ വെക്കുക. കുക്കറിനകത്തേക്ക് ആദ്യം ചക്കക്കുരു ചേർക്കുക. ഒപ്പം നമ്മൾ അരിഞ്ഞെടുത്തിട്ടുള്ള പച്ചമാങ്ങ ചേർക്കുക. അതുപോലെ തന്നെ നമ്മൾ മുരിങ്ങയ്ക്കയും ചേർക്കുക. ആ പച്ചമുളക് കൂടി ചേർക്കും. ഇനി കുക്കറിൽ നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കാം. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ ചേർക്കുന്നുണ്ട്. 1.5 സ്പൂൺ മുളക് പൊടി നമ്മൾ ചേർക്കുന്നുണ്ട്. നമ്മളിവിടെ ചേർത്തേക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ്. ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. ഇനി കുക്കർ നമുക്കൊന്ന് അടച്ചു വെക്കാം. ജസ്റ്റ് ഫ്ലെയിം ഒന്ന് കത്തിക്കുക. ഒരു 3 വിസിലാവുന്ന വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറിനകത്തേക്ക് നമ്മൾ ഒരു മുറി നാളികേരം ചിരവിതെടുത്തിട്ടുണ്ട്. ഒരു സ്വല്പം ജീരകം ചേർത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇത് ഈ പരുവത്തിൽ. നമ്മുടെ ചേരുവകളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിത് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഒരു ചക്കക്കുരു നമുക്കൊന്ന് പ്രസ് ചെയ്ത് നോക്കാം വെന്തിട്ടുണ്ടോന്ന്. കണ്ടോ, നല്ല അസലായിട്ട് നമ്മുടെ ചേരുവകളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ആ നാളികേരത്തിൻ്റെ അരപ്പ് നമ്മൾ ഈ ഒരു കുക്കറിനകത്തേക്ക് ചേർക്കുവാണേ. ഇനി വേറെ വലിയ പണിയൊന്നുമില്ല. അടുപ്പൊന്ന് കത്തിക്കുക. ചെറിയ ഫ്ലെയിമിൽ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. നന്നായിട്ടൊന്ന് കുറുകി വരുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കുക. ആ ഒരു തേങ്ങയുടെ പച്ചപ്പ് സ്വാദൊക്കെ പോകുന്ന വരെ ഇളക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു കൂട്ടാൻ റെഡിയായി വരും. ഒന്ന് തിളച്ച് വരുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു അടുപ്പം കെടുത്താവുന്നതാണ്. കുറച്ച് പച്ച കറിവേപ്പില ചേർക്കുക. കുറച്ച് പച്ച വെളിച്ചെണ്ണയും തളിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചക്കക്കുരു മാങ്ങ കൂട്ടാൻ റെഡി ആയിട്ടുണ്ട്. ഒന്ന് ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് പറയുക. വീണ്ടും കാണാം പുതിയ കാഴ്ചകളുമായിട്ട്.